അബ്സ്കോണ്ടഡ് മല്ലുവിൻ്റെ പുതിയൊരു കിടിലൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ 100 ഡേയ്സ് ചലഞ്ചിൻ്റെ 7ാമത്തെ ദിവസമായി ഇന്ന്. ഈ 100 ഡേയ്സ് ചലഞ്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 10 ഡേയ്സിന് മേലെയായി. എല്ലാ ദിവസവും പണി വേണ്ട, പണി ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് ഇടാൻ പറ്റുന്നില്ലൂ. അപ്പോൾ ഇട്ടുന്ന രീതിയിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇന്ത്യയുടെ പാർട്ടി ക്യാപിറ്റലായ ഗോവയുടെ മണ്ണിലേക്കാണ്. ഓക്കെ, അപ്പം ഇപ്പോൾ ഉള്ളത് നമ്മുടെ പുതിയ NH-66-ൻ്റെ ഏറ്റവും പെട്ടെന്ന് പണി തീർന്ന കാസർഗോഡിൻ്റെ മണ്ണിലൂടെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാസർഗോഡിൻ്റെ മണ്ണിലല്ല, കാസർഗോഡിൻ്റെ ആകാശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. കാരണം ഏതൊരു പാലത്തിൻ്റെ മുകളിലുള്ളത്. ഓക്കെ, അപ്പം ഗോവയിൽ പോകണം. ഇനി ചെറിയ രീതിയിൽ ഉറക്കം വരുന്നുണ്ട്, ചിലപ്പോൾ ഉറങ്ങും. ഉറങ്ങിയില്ല എങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഗോവ എത്തും. ഗോവയിൽ പോവാം, ഗോവയിൽ നിന്ന് കുറച്ച് കാഴ്ചകൾ കാണാം. പിന്നെ നമ്മുടെ ഇതിനെക്കുറിച്ച് മറ്റേ ബുക്കിംഗ് ഓഫീസുകളിൽ പോയിട്ട് എങ്ങനെ ലോഡ് എടുക്കൽ എന്നെല്ലാം എല്ലാവർക്കും കാണിച്ചു തരാം. പിന്നെ കമൻറ്റിലൂടെ അല്ലാണ്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് ഭ്രാന്താകുന്നില്ല. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഭ്രാന്തുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഈ 10-24 ആൾ കണ്ടിട്ടും ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് 24 ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതൊന്ന് 0 ആവുന്നോ അന്ന് ഞാൻ ഈ പരിപാടി നിർത്തുന്നു വിചാരിക്കണ്ട, ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കും. നെവർ ഗീവ് അപ്പ്. എന്ത് തന്നെയായാലും ഒരു ബൈക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഒരറ്റം കാണാണ്ട് ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന പരിപാടിയില്ല. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ കർണാടക ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പം ഗോവയുടെ ചെക്ക് പോസ്റ്റിലേക്കാണ് കയറേണ്ടത്. കർണാടകത്തിൽ നിന്ന് നൈസായിട്ട് മറ്റേ ഇവർ ബുക്ക് ചെയ്യുന്നത് നമ്മളെ GST-കാർ ചോദിച്ചു. അപ്പം എൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതുകൊണ്ട് അവർ എന്നെ ഒഴിവാക്കി വിട്ട്. ഇനി അടുത്ത ചൊറാന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകൻ്റെ തന്നെ ചെക്ക് പോസ്റ്റാണ്. അവിടെ എന്തായാലും 100-200 കൊടുക്കേണ്ടി വരും. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ കണ്ടിരുന്നു, ഏറ്റവും കൂടുതൽ കൈക്കൂലി എടുക്കുന്നത് ട്രക്ക് ഡ്രൈവേഴ്സ് ആയിരിക്കും. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സിനെക്കാട്ടിയും കൂടുതൽ, ഞാൻ 2 വണ്ടി എടുത്തതുകൊണ്ട് ടാക്സിനെക്കാട്ടിയും കൂടുതൽ കൈമണി കൊടുക്കേണ്ടവർ നമ്മൾ തന്നെയായിരിക്കും. ചിലപ്പോൾ അത് എന്ത് തന്നെയായാലും ഇപ്പോൾ ഓവർലോഡ് ആയാലും അല്ലെങ്കിൽ ഇപ്പം എൻ്റെ വണ്ടിയിൽ ഓവർലോഡൊന്നുമല്ല, മാക്സിമം പോയിക്കാൻ ഒരു 300-400 കിലോ 500 കിലോ കൂട്ടിക്കോ അത്രയും ഉണ്ടാവും എൻ്റെ വണ്ടിയിൽ. എന്നിട്ടും നമ്മളെ കൊടുക്കേണ്ട വരുന്നത് അത് എന്താണെന്നറിയില്ല. അതങ്ങനെ ഒരു ശീലമായി. അവർ അത് വാങ്ങിയിട്ട് അവരും കൊടുത്തിട്ട് നമ്മളും ശീലമായി പോയി. നമ്മൾ കൊടുക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം അവർ അങ്ങനെ പിടിക്കും. കണ്ട ഫ്രണ്ട് കണ്ട പോലീസിനെ കണ്ട എന്താ GST ആണത്, അവരിങ്ങനെ പിടിച്ചോണ്ടേയിരിക്കും. ആ വീഡിയോ കണ്ടില്ല, ഇപ്പോൾ കണ്ടില്ല, അത് GST-ൻ്റെ ടീമാണ്. അവർ വലിയ ഇഷ്യൂ ഇല്ല, നമ്മളെ ബില്ലും കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമ്പോൾ ഓക്കെയാണ്. പിടിച്ച് ചൊറയാൽ പോലീസുകാരാ. പോലീസ് വെച്ചാൽ ഈ ഇതിൽ നിൽക്കുന്ന പോലീസുകാരില്ല, നമ്മളെ ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്നത് അവരാ. 100-200-50 ഫസ്റ്റൊക്കെ 20-30 കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം 100-200 അവർ ചോദിക്കുന്നത്. 200 കുറച്ചിട്ട് അവർ വാങ്ങിക്കുന്നില്ല. ഫുള്ള് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫുള്ള് തെറി പറയലും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെന്താന്ന് പിന്നെ ഒരു സമാധാനം എന്ന് വെച്ചാൽ ഇതൊന്നും എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോലും ആശുപത്രി കൊടുത്തിട്ടേ തീരുമല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗോകർണത്തിലേക്ക് ഇനി 39 കിലോമീറ്റർ. നമ്മൾ കാർവാറിലാണ് നമ്മൾ ഇത് വരുന്നത്, ചെക്ക് പോസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ കാഴ്ചകൾ കാണാം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല റോഡ്, 4 ലൈൻ റോഡാണ്. ഇനിയും ഞാൻ എത്തേണ്ട സ്ഥലത്തേക്ക് ഇനി 180 കിലോമീറ്ററിന് മേലെ ഇനിയും ഉണ്ട്. ഇനിയും ഓടാനുണ്ട്. ഒരു 10 മണിക്കൊക്കെ എത്തൂലൂ. ലേറ്റായി പോയി, കുറച്ച് ഉറങ്ങിപ്പോയി. ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്നതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ അതിലില്ല, ഉറങ്ങിക്കോളൂ. അപ്പോൾ ഇന്നിനി അവിടെ എത്തി ലോഡ് ഇറക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്തില്ല ഏതെങ്കിലും ബുക്കിംഗ് ഓഫീസ് കണ്ടുവെത്താം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗോവയിലേക്ക് ലോഡ് എടുത്തിട്ട് വരുന്നത്. ഞാൻ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്, ടാക്സി കൊണ്ട് അതും കൊണ്ടെല്ലാം വന്നിട്ടുണ്ട്. ലോഡ് എടുത്തിട്ട് ഫസ്റ്റ് ടൈം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. എപ്പോഴും ബാംഗ്ലൂരല്ലേ, അല്ലെ എറണാകുളം, അല്ലെ കോഴിക്കോട് അങ്ങനെ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഗോവ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിവേ നമുക്ക് കാണാം എന്തൊക്കെയാണ് മുമ്പിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളെന്നില്ലേ. പിന്നെ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ട ഇതുവരെ 25 ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഒരു ആവറേജ് 25-30 വെച്ചിട്ട് വീഡിയോസ് കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാ, അതെങ്ങും കാണുന്നുണ്ടല്ലോ. എൻ്റെ ഒരു വീഡിയോൻ്റെ ക്വാളിറ്റി വളരെ കുറവാണെന്ന് എനിക്കും അറിയാം. മാക്സിമം ഞാൻ വീഡിയോൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള വീഡിയോസിലേക്ക് ഞാൻ എന്തായാലും എത്തും. എൻ്റെ 100 ഡേ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ആ ഒരു ക്വാളിറ്റി മാറും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ടേക്ക് പോകുന്നത്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ മാക്സിമം
നിങ്ങൾ കമൻറ്റിൽ ചെയ്യുക. എന്തായാലും എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ അതുപോലെ തന്നെ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്തണമെങ്കിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വലിയൊരു ഉപകാരമാകുന്ന കാര്യമാണ്. അപ്പം പിന്നെ ഓക്കെ, എനിവേ നമുക്ക് കാണാം. ഈ വണ്ടിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ പോകുന്നു. എന്തൊക്കെയോ മറക്കാനുള്ളൊരു കഴിവ് തരുത്തുണ്ട് കേട്ടോ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് സ്ഥലങ്ങളിങ്ങനെ എനിക്ക് വാക്കുകളെ കൊണ്ട് അഴിഞ്ഞാടാനൊന്നും അറിയില്ല. എന്നാലും നമുക്ക് ഒരുപാട് ഹാപ്പിയാണ് ഇങ്ങനെ ഓരോരോ പ്രദേശത്ത് ഓരോരോ കാര്യങ്ങൾ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാലോ. ലോഡും വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടടുത്ത് നിർത്താം, എടുക്കുന്നെടുക്കുക. ആക്ച്വലി ടൈമിംഗ് ഉണ്ട്, ശരിയാന്ന്. പക്ഷേ എന്നാലും അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. അവിടെ എവിടെ എത്തുന്നു നോക്കാമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയുമ്പോൾ ഗോവയിലേക്കാണ് പോകുന്നത്. പാർട്ടി ഹബ്ബാണ് ഇതൊക്കെയോ തോന്നുന്നുണ്ടല്ലേ. ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അങ്ങാണ്ട് പോവുക, ബുക്കിംഗ് ഓഫീസിൽ പോവുക, അവിടെ കെട്ടിക്കിടക്കുക, ലോഡിൽ തന്നെ കിട്ടുന്ന പ്രതീക്ഷിക്കുക. കണ്ട ഇതെല്ലാം റോഡ് തുരന്നുണ്ടാക്കിയ വഴികളാണ്. ഇങ്ങനെ ഞാൻ രാത്രിയിലേ പാസ്സാണ്. ഞാൻ ഉറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ ഞാൻ രാത്രിയെ പാസ്സാകാം. ഉള്ളൊന്ന് കിടങ്ങും ഇതിലേ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പാണ്, ഷുവറത്. മോനെ വണ്ടിയിലെ ചറവറ പറന്നു വരുന്നു. നോക്കട്ടെ, ഇതിപ്പോൾ നമ്മൾ ഗോവൻ്റെ ബോർഡറിൽ എത്താനായി. ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് പോസ്റ്റ് കിട്ടും ഗോവയിലേക്ക് കയറുന്നതിൻ്റെ. ഓക്കെ, കണ്ട ടൗണാന്ന് തോന്നുന്നു കാണുന്നു ഗോവൻ്റെ. വണ്ടി ഫാൻ വല്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സംഭവം അങ്ങനെ പേരറിയാത്ത ഏതോ ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറിയെന്ന്. ഓക്കെ, കണ്ട കിട്ടില്ലല്ലേ തുരങ്കം, കിട്ടിലും തുരങ്കം. നമുക്കുണ്ട് അവസ്ഥ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും ഒരു വിലയുണ്ടാവും. ഇതേപോലത്തെ ഒരു തുരങ്കം നമ്മളെ വയനാട് വരാൻ പോകുന്നു. ഇതിനെ വയനാട് ചുരത്തിന് ഒഴിവാക്കാൻ. അങ്ങനെയില്ല, അതൊരു ചുരം ഒഴിവാക്കിയ ഒരു തുരങ്കാന്നിട്ട്. എന്തായാലും ഇതുണ്ടാവും, ടോളുണ്ടാവും. രാത്രി ഒന്നും ഈ റൂട്ടിലധികം വരാൻ പറ്റില്ല എന്നല്ല പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഉറങ്ങിയിനി. സമയം 8 മണിയായി. കോടയാണോ അതോ ഫോഗാണോ എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതാണ് നമ്മളെ ചെക്ക് പോസ്റ്റാണ്. ഓക്കെ, പിന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഇതാണ് കാലി റിവർ. ഓക്കെ, ഇതൊരു പുഴയാണോ കടലാണോ നമുക്കറിയില്ല. ഇത് പക്ഷെ കാലി റിവർ എന്നിട്ട് എഴുതിയിട്ടില്ലേ. ഇതിനപ്പുറത്തേക്കാണ് ഇന്ത്യയുടെ പാർട്ടി ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഗോവ. കസിനോകളുടെ ഗോവ, ബീച്ചുകളുടെ ഗോവ, എന്താ പറയുക, വിനോദസഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന ഗോവ ഈ ഒരു ഇതിനപ്പുറം, ഈ ഒരു പാലത്തിനപ്പുറം. നമ്മുടെ കാഴ്ചയെ ഭംഗം വരുത്താൻ വേണ്ടി മുമ്പിൽ ഒരു ബസ്സുണ്ട്. പഴയ ഗ്ലാസ് ബസ്സിൻ്റെ മോഡലിലാണ് പാവം. പക്ഷേ അതൊരു വൈബാണ് ആ ബസ്. നമ്മളെന്തൊക്കെയോ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് മുമ്പ് കാണുന്ന ബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നടുക്ക് ഡിവൈഡർ ഉണ്ട്. അതിനകത്ത് തന്നെ ഓവർടേക്കിങ് കുറച്ച് മുഷ്കിലാണ്. പിന്നെ വെള്ളം ഫുള്ള് എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് ആയിരിക്കും എന്ന് പറയാം. ഇതൊരു ഇല്ലമ്പുഴ, നല്ല എല്ലാം കാഴ്ചകളാണ് കേട്ടോ. ഇങ്ങും എന്താ, ഇതിനപ്പുറത്തേക്ക് ഗോവയാണ് മക്കളെ, ഗോവ. അപ്പോൾ ഗോവയുടെ ചരിത്രത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് കോളനിയാണ്. അതിനുശേഷം പോർച്ചുഗീസുകാരെ ഏറ്റെടുത്ത് നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എത്രയോ 5-8 വർഷത്തിന് 10 വർഷത്തിന് ശേഷമാണ് ഗോവക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും കേന്ദ്രഭരണ പ്രദേശമായി ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അത്രേ ഉള്ളൂ, ചെറിയൊരു പ്രദേശമാണ് ഗോവ. പക്ഷേങ്കിൽ എന്തൊക്കെയോ സ്പെഷ്യൽ ലൈറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാം. Bye-bye.
അങ്ങനെ ഗോവ എത്തി, TP എടുത്ത്. പിന്നെ എന്താ പറയാൻ വെച്ചാൽ പോലീസുകാർ പൊന്നും കട്ടാണ്ട് എടുത്ത്, നല്ല പോലീസുകാർ. കാരണം സാധാരണ നമുക്ക് ചില്ലറ ഇല്ലെങ്കിൽ 500 കൊടുത്താൽ തിരിച്ചു തരൂല, വായിക്കോളാം, പിടിച്ച് പറിക്കും. ചങ്ങായി പറഞ്ഞ എൻട്രി വേണമെന്ന് പറഞ്ഞു, എൻട്രി കൊടുത്താണ്ട് ഞാൻ പറഞ്ഞാൽ ചില്ലറില്ല 500 പറഞ്ഞു. ആ കുഴപ്പമില്ല, ബാക്കി ഞാൻ തരാൻ പറഞ്ഞു. കൃത്യം 50 റുപ്യ എടുത്തിട്ട് 450 റുപ്യക്ക് തിരിച്ചു തന്നിന്. ഇങ്ങനത്തെ നല്ല പോലീസ്, നല്ല സംഭവം അവരാ ഒരു ശീലമായിട്ട് വാങ്ങുന്നതായിരിക്കും. എന്നാലും ഇതെല്ലാം നല്ല ശീലം. അല്ലാണ്ട് നമ്മളെ തമിഴ്നാട്ടിലെല്ലാം ഉണ്ടല്ലോ, അന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു പാവം ഇന്ത്യക്കാരൻ്റെ പിക്കപ്പിൻ്റെ ഡ്രൈവറെ കീശയിൽ കൈയിട്ടിട്ട് പൈസ എടുക്കുന്നത്, കീശയിൽ കൈയിട്ടിട്ട്. കർണാടകയും കണക്കാ, ഗോവ കണക്കിന് സൂപ്പർ കേട്ടോ. ഗോവ പൊളിയല്ലേ. അങ്ങനെ ഡീസൽ അടിക്കുന്ന പരിപാടിയാണ് ഇവിടെ ഗോവയിൽ എത്തിയിട്ടുള്ള. അപ്പോൾ ഫുള്ള് അഞ്ചലും സാറിന് ഇഞ്ചിന് മൈലേജ് അടിക്കില്ല. ഇന്ന് ഭാരത് അടിച്ചിട്ടില്ല, ഭാരതിൻ്റെ മൈലേജ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ബൈ.